നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന് പങ്കെടുക്കാൻ എന്താ തടസ്സം? ആതിര പ്രസവിക്കാനായി ഹോസ്പിറ്റലിൽ കിടക്കുന്നല്ലേ. ബാക്കിയുള്ളവരും അവിടെയുണ്ട്. അവന് വരാവുന്നതല്ലേ ഉള്ളൂ. അവന് പകരമായി അവിടെ ആരുണ്ട് അച്ഛാ? അനൂപേട്ടന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായി. അവിടുത്തെ അച്ഛന് ഓടിച്ചാടി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നീട്ടിവെച്ചു കഴിഞ്ഞാ സന്ദീപിനും ആദരയ്ക്കും അവരുടെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാമല്ലോ. അതാ ഞങ്ങൾ പറഞ്ഞു വന്നത്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദനോടും കൂടി ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. പിന്നെ അർച്ചന എന്നോട് പറഞ്ഞ കാര്യം നന്ദനോടോ മറ്റാൾക്കാരോടോ തൽക്കാലം പറയണ്ട. ആദ്യമൊക്കെ നിങ്ങൾ ഈ വിവാഹത്തിനെ എതിർത്തതുകൊണ്ട് അങ്ങനെ പറയുകയാണെന്നേ അവര് കരുതൂ. ഇനി ഇത് നടന്നാലും നീട്ടിവെക്കേണ്ടി വന്നാലും അതിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ശരിക്കും ഞങ്ങളിപ്പോ ഈ വീട്ടില് ഒരു അധിക പറ്റും കണ്ണിലെ കരടുമായി മാറിയല്ലേ അച്ഛാ? അങ്ങനെയൊന്നുമില്ല. എല്ലാ മക്കളും സന്തോഷമായി കാണാനേ ഏതൊരച്ഛനും ശ്രമിക്കൂ. അതില് വേർതിരിവൊന്നും കാണില്ല. അതുകൊണ്ടാ ഈ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ എതിരഭിപ്രായം പറഞ്ഞിട്ട് പോലും സ്നേഹയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഇഷ്ടവുമായ ഈ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം മാറ്റാൻ നോക്കിയതിന്റെ കാരണവും അത് തന്നെയാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും നീ ചിന്തിക്കണ്ട. ഞാൻ മരിക്കുന്നവരെയെങ്കിലും എന്റെ മക്കളുടെ കണ്ണ് നിറയരുതെന്നും എല്ലാവരും എന്നോടൊപ്പം വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സാധാരണ അച്ഛനാ ഞാനും. ഇതെന്താ ഈ അസമയത്തൊരു വിളി? എനിക്ക് നിന്നെ വിളിക്കാൻ അങ്ങനെ ഒരു സമയമുണ്ടോ? അതില്ല, പെട്ടെന്ന് കോള് കണ്ടപ്പോ ചോദിച്ചേ ഉള്ളൂ. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും പെട്ടെന്നൊന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ഭാര്യ കാണില്ലേ കൂടെ? നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ആ മരണത്തിന്റെ കാര്യം പറഞ്ഞു വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മതിയെ? വെറുതെ മൂട് കളയാനായിട്ട്. ശരി, എന്നാ അത് പറയുന്നില്ല. വിളിച്ച കാര്യം പറയാം. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം നടന്നു കഴിഞ്ഞു. ആതിര ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴൊന്നും പുറത്തു വരില്ല. സന്ദീപും അവിടെയായി. അനൂപിനെ ആക്സിഡന്റ് ആക്കി കാലൊടിച്ചു. ഇനി സർജറി എല്ലാം കഴിഞ്ഞ് അവൻ പിച്ച വെച്ച് നടക്കാൻ സമയം കുറേ എടുക്കും. ഇപ്പോഴും പ്രധാന ആളുകളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സച്ചിയും അർച്ചനയും രണ്ട് കാലിൽ ആരോഗ്യത്തോടെ നടക്കുമല്ലേ? അതെ, അത് പറയാനും കൂടെ ഞാൻ വിളിച്ചത്. നിന്റെ വിവാഹത്തിന് ഇനിയുള്ളത് 4 ദിവസം. ആ 4 ദിവസത്തിനകം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അർച്ചനയെ വല്ലതും ചെയ്ത എല്ലാവർക്കും സംശയം തോന്നും. അതിന് നമ്മൾ അർച്ചനയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവളെ വല്ലതും ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൾക്ക് വേദനിക്കണമെങ്കിൽ അവളുടെ താലിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവൾക്ക് തോന്നണം. അതായത് സച്ചിക്ക് എന്തേലും സംഭവിച്ചാലേ അർച്ചനയ്ക്ക് ഇളക്കം തട്ടൂ. ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ തിരികെ ബൈക്കിന്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാൻ പോയ നേരത്താ വണ്ടി വന്നിടിച്ചത്. അതേ വണ്ടി തന്നെയാ ഞാൻ വ്യക്തമായി കണ്ടത്. പോയ വണ്ടി അപ്പൊ തന്നെ തിരികെ വന്നതുകൊണ്ടാ എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
താൻ എന്തിനാ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതല് അത് ഓർത്തിരിപ്പാണല്ലോ. എടോ, ഈ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ മിക്കവരുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാ. അതോർത്തിനി വിഷമിച്ചിട്ട് എന്താ കാര്യം? വിഷമല്ല സച്ചേട്ടാ, സംശയം. സംശയം? എന്ത് സംശയം? ഇതൊരു സാധാരണ ആക്സിഡന്റ് ആണോ എന്നുള്ള സംശയം. രണ്ടാമത്തെ തവണയാ അനൂപേട്ടനെ മനഃപൂർവ്വമായിട്ട് അപകടപ്പെടുത്താൻ നോക്കുന്നത്. രണ്ടും ഏകദേശം ഒരേപോലെ. അന്നത്തെ പോലെ തന്നെ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന എന്തോ വലുത് വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എടോ, താൻ പറഞ്ഞു വരുന്നത്? അതെ, അവന്തികടത്തെ കുറിച്ച് തന്നെയാ. അവന്തികടത്ത് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ മുഖഭാവം നീ ശ്രദ്ധിച്ചതാ. അതുപോലെ തന്നെ ധനുഷിന്റെ. ഇരുവരുടെ മുഖത്ത് വിജയിച്ച ഭാവമായിരുന്നു. താൻ പറയുന്ന പോലൊക്കെ ആണെങ്കിലും എന്തിനെന്ന ചോദ്യമില്ല അവിടെ. എന്തിനാവോ അത്? മാലയുടെ കാര്യത്തിൽ വെറുതെ ഭയപ്പെടുത്താനാണെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ഞാൻ 2 ദിവസം സമയം ധനുഷിന് കൊടുത്തില്ലേ? ആ ആ 2 ദിവസം കൊണ്ട് ഇതൊക്കെ നടന്നത്. അതിന്റെ അർത്ഥം അജയന്റെ കേസിൽ നിന്നും നമ്മുടെയൊക്കെ ശ്രദ്ധ മാറ്റുക എന്നുള്ളത്. അവർക്കറിയാം അനൂപേടിനെ നോവിച്ച ഞാൻ മറ്റെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും മറക്കുമെന്ന്. അതോടെ ധനുഷിന് ഇവിടെ തന്നെ കഴിയാമെന്ന്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആതിരയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലീഡിംഗ് ഉണ്ടായത് വെറുതെ അല്ല. അതിനു പിന്നിലും മറ്റെന്തോ ഉണ്ട്. ഇതിവിടെ തീരുന്നൊന്നല്ല സച്ചേട്ടാ. ഇത് വിധിയെ നോർത്ത് നമ്മൾ സമാധാനിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത അപകടം ഉണ്ടാവും. അത് ഞാനോ സച്ചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോ എല്ലാവരും അപകടപ്പെടുത്തി എത്രയും വേഗം ഈ വിവാഹം നടത്തിയെടുക്കാൻ പോലും ആയിരിക്കും അവരുടെ ശ്രമം. അതെങ്ങനെ നടക്കും? ഇനിയും ഒരാഴ്ചക്ക് പുറത്തില്ലേ മുഹൂർത്തം കുറിച്ചെന്ന ഡേറ്റിന്? വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കല്ലേ സച്ചേട്ടാ പൊരുത്തവും മുഹൂർത്തവും ഒക്കെ. ജോത്സ്യന്മാർ അവരുടെ കൂടെ ഉള്ളപ്പോ അതിനാണോ പ്രയാസം? അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം. അടുത്ത അവരുടെ ലക്ഷ്യം ആരാണെന്ന് അറിയില്ലല്ലോ. എനിക്കെന്തോ പേടി തോന്നി തുടങ്ങി സച്ചേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.